എനിക്ക് നിരന്തരം വരുന്ന മെസ്സേജുകളിലൊന്നാണ്, സർ പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ ചേരണോ, ചേർന്നിട്ട് കാര്യമുണ്ടോ എന്നുള്ള കാര്യങ്ങൾ. കാരണം ഞങ്ങളിപ്പോൾ പഠിച്ചിട്ട് ഇനി ഒരിക്കലും ഞങ്ങൾക്ക് മറ്റ് കോളേജസ് ഒന്നും കിട്ടില്ല, അപ്പോൾ ഞങ്ങളൊരു പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജ് ചേരട്ടെ. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ എന്തുകൊണ്ട് പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ ചേരരുത് എന്നുള്ളതാണ്. ഇനി ഇൻ കേസ് നിങ്ങൾ ചേരുകയാണെങ്കിൽ നിങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു 4-5 കാര്യങ്ങൾ കൂടി ഞാൻ പറയും. അത് വീഡിയോയുടെ ഒരു നെക്സ്റ്റ് ഫേസിലുണ്ട്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു അൺലേൺ വിത്ത് അജ്മൽ. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. എന്താണ് ഒരു എഞ്ചിനീയറിംഗ് എന്നുള്ള ഫീൽഡിൻ്റെ ഇൻ ജനറൽ ഉള്ള പ്രശ്നം? എഞ്ചിനീയറിംഗിൽ എപ്പോഴും നമുക്ക് അപ്ഡേറ്റഡ് ആയിട്ടുള്ള സിലബസ് വേണം, നല്ല ലബോറട്ടറികൾ നമുക്ക് വേണം. കാരണം ഏത് സബ്ജക്ട്സ് എടുക്കുകയാണെങ്കിലും ലാബുകൾ നിരന്തരം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം, അതിനുള്ള എക്യുപ്മെൻറ്റ്സ് വേണം. അതേപോലെ തന്നെ നല്ല പ്രൊഫസേഴ്സ് വേണം, നല്ല സ്ഥലങ്ങളിൽ നിന്ന് എക്സ്പോഷർ കിട്ടിയ ബെസ്റ്റ് പ്രാക്ടീസസ് ലേണിങ്ങിൽ കൊണ്ടുവരാൻ സാധിക്കുന്ന, പുതിയ കാര്യങ്ങൾ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് റിസർച്ച് ചെയ്ത നല്ല പ്രൊഫസേഴ്സ് വേണം. ഓൾസോ ഇൻ ജനറൽ നമുക്ക് ചുറ്റും നല്ലൊരു പിയർ ഗ്രൂപ്പ് വേണം. കാരണം എഞ്ചിനീയറിംഗ് ഇൻ ജനറൽ ഒരു ഗ്രൂപ്പ് പ്രോഗ്രാമാണ്. ഇൻഡിവിജ്വലി മാത്രം ഒരാൾക്ക് എക്സൽ ചെയ്യാവുന്ന ഒരു സംഭവമല്ല എഞ്ചിനീയറിംഗ് എന്നുള്ളത്. അവിടെ ഗ്രൂപ്പ് പ്രൊജക്ട്സ് ഉണ്ടാവും, മറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. അവിടെ നമ്മുടെ കൂടെ ഒരു തോട്ട് പ്രോസസ്സിൽ ഇൻവോൾവ് ആവാൻ പറ്റുന്ന നല്ല ഒരുപാട് ആളുകൾ വേണം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എഞ്ചിനീയറിംഗിൻ്റെ ഇൻ ജനറൽ ഉള്ള ഒരു ആവശ്യമാണ്. അതുകൊണ്ടാണ് എഞ്ചിനീയറിംഗിന് എപ്പോഴും നമ്മൾ IITസോ NITസോ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പ്രിഫർ ചെയ്യാനുള്ള ഒരു കാരണം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ നമ്മൾ ചെല്ലുകയാണെങ്കിൽ ഇൻ ജനറൽ അവിടെ ഫെസിലിറ്റീസ് കുറവായിരിക്കും. അവിടെ ഉള്ള പ്രൊഫസേഴ്സൊക്കെ പലപ്പോഴും ലോ പെയ്ഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല സ്ഥലങ്ങളിൽ നിന്ന് പഠിച്ചിറങ്ങിയ ആൾക്കാരെ പലപ്പോഴും അഫോർഡ് ചെയ്യാൻ സാധിക്കില്ല. പ്ലേസ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രശ്നങ്ങൾ കൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ പുതിയ പുതിയ ലാബ് സൗകര്യങ്ങൾ അത്രയും പെട്ടെന്ന് അവർക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല. ഈ പ്രശ്നങ്ങൾ കൊണ്ട് തന്നെയാണ് പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജസ് പ്രിഫർ ചെയ്യാത്തത്. ഓക്കെ, കൂടെ ഒരു കാര്യം പറയാനുള്ളത്, ഇൻ ജനറൽ ഒരു കരിയർ സെഷൻ ജനുവരി 27 സാറ്റർഡേ ഞാൻ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്റ്റുഡൻസിൻ്റെ പാരൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഞാനുമായിട്ട് നേരിട്ട് സംസാരിക്കാനുള്ള ഒരു അവസരമാണ്. അപ്പോൾ അതിന് താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക. ഓക്കെ, അതിൻ്റെ കൂടെ സൂചിപ്പിച്ചു എന്നുള്ളത് മാത്രം. അപ്പോൾ കമ്മിങ് ബാക്ക് ടു അവർ ടോപ്പിക്, അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഒരു ഗവൺമെൻറ് കോളേജ് വേണം എഞ്ചിനീയറിംഗിന് പ്രിഫർ ചെയ്യാൻ. നിങ്ങൾക്ക് ഒരു ഓർഡർ ഓഫ് പ്രിഫറൻസ് പറയുകയാണെങ്കിൽ ഫസ്റ്റ് IITs, ദെൻ NITs ഓർ IIITs, ദെൻ ഗവൺമെൻറ് കോളേജസ്, അതിനുശേഷമാണ് തീർച്ചയായിട്ടും പ്രൈവറ്റ് കോളേജസ് വരിക. എന്നാൽ ഇന്ത്യയിൽ നല്ല പ്രൈവറ്റ് കോളേജസ് ഇല്ലേ? ഇന്ത്യയിൽ ചില നല്ല പ്രൈവറ്റ് കോളേജസ് ഒക്കെ ഉണ്ട്. ടു നെയിം സം, ഫോർ എക്സാമ്പിൾ ബിറ്റ്സ് ഫിലാനി നല്ലൊരു പ്രൈവറ്റ് കോളേജാണ്. VIT, ഇപ്പോൾ എൻ്റെ കൂടെ ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന പല ആൾക്കാരും VITയിൽ പഠിച്ച ആൾക്കാരാണ്. അപ്പോൾ VIT നല്ലൊരു പ്രൈവറ്റ് കോളേജാണ്. കേരളത്തിൽ തന്നെ ഇപ്പോൾ ചില കോളേജസ് ജനറലി നല്ലതാണ് എന്ന് പറയാറുണ്ട്. ഞാൻ ഓരോന്നിൻ്റെ പേരുകൾ ഞാൻ എടുത്ത് പറയുന്നില്ല, ഞാൻ ഏതെങ്കിലും പ്രൊമോട്ടേഴ്സാണ് എന്നുള്ളത് ആർക്കെങ്കിലും തോന്നിപ്പോയാലോ എന്നുള്ളത് കൊണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇങ്ങനെ കുറേ നല്ല എഞ്ചിനീയറിംഗ് കോളേജസ് ഉണ്ട്. ഇങ്ങനെ ഉണ്ടാവാനുള്ള കാരണം എന്താ? ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് അവർ നന്നായി ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഒരു നിലക്കും നിങ്ങൾക്ക് എൻട്രൻസ് കിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻട്രൻസ് കിട്ടിയില്ല, നിങ്ങൾക്കൊരു ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിങ്ങൾക്ക് സീറ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, ഒരു കോളേജ് ചൂസ് ചെയ്യുമ്പോൾ ചെയ്യേണ്ടത്, ഏതെങ്കിലും ഒരു ഏജൻസികൾ വഴി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എഡ്യൂക്കേഷണൽ എക്സ്പോ വഴി അവർ പറയുന്നത് കേട്ടൊരു കോളേജ് ചൂസ് ചെയ്യുക എന്നുള്ളതല്ല. ഒന്ന്, നിങ്ങൾ ആ കോളേജിൽ നല്ല അക്കാഡമിക്സ് ഉണ്ടോ നോക്കുക. എങ്ങനെ നല്ല അക്കാഡമിക്സ് ഉണ്ടോ നോക്കുക? ഒന്നാമത് നിങ്ങൾക്ക് നോക്കാവുന്ന കാര്യം, അറ്റ്ലീസ്റ്റ് കേരളത്തിലാണെങ്കിൽ KTയുടെ ഒരു പാസ് പെർസെൻറ്റേജ് എത്രയാണ് എന്നുള്ളത് നിങ്ങൾക്ക് ആ കോളേജ് ചോദിക്കാൻ സാധിക്കും. ഇൻ ജനറൽ എല്ലാ കോളേജിലും കൂടി KTയുടെ പാസ് പെർസെൻറ്റേജ് 50% ആണ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 50% അല്ലെങ്കിൽ 60 or 70% പാസ് പെർസെൻറ്റേജ് ഉള്ള കോളേജാണ് എന്നുണ്ടെങ്കിൽ അവിടുത്തെ ടീച്ചേഴ്സ്, പ്രൊഫസേഴ്സ്, അവിടുത്തെ ആളുകൾ ഒരു കോൺഷ്യസ് ആയിട്ടുള്ള എഫേർട്ട് ആ വിഷയത്തിൽ ഇടുന്നുണ്ട് എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ നല്ല അക്കാഡമിക്സ് ഉണ്ടോ എന്നുള്ളത് ഈ രീതിയിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. രണ്ടാമത്തത്, നല്ല പ്ലേസ്മെൻറ്റ്സ് ഉണ്ടോ എന്ന് നിങ്ങൾക്ക് നോക്കാം. നല്ല പ്ലേസ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ മേ ബി ഒരു ബൾക്ക് ഓഫ് പ്ലേസ്മെൻറ്റ്സ്, ഒരു ചെറിയ സാലറിക്കുള്ളതിനേക്കാളും നല്ല കമ്പനീസ് അവിടെ വരാൻ പ്രിഫർ ചെയ്യുന്നുണ്ടോ? അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? നല്ല കമ്പനീസ് അവിടെ വരുന്നുണ്ടെങ്കിൽ അതിന് 2-3 റീസൺസ് ഉണ്ട്. ഒന്ന്, അവിടുത്തെ കുട്ടികൾ അക്കാഡമിക്കലി ബെറ്റർ ആണ്. 2, അവിടെയുള്ള പ്രൊഫസേഴ്സിനോ അല്ലെങ്കിൽ അവിടെ നിന്ന് പഠിച്ചു പോയ ആളുകൾക്ക് നല്ല ഇൻഡസ്ട്രിയൽ കണക്ഷൻസ് ഉണ്ട്. അപ്പോൾ ആ രീതിയിൽ നല്ല ആളുകളാണ് ആ കോളേജിനെ മുന്നോട്ട് നയിക്കുന്നത്. അത് കാരണമാണ് അവിടെ പ്ലേസ്മെൻറ്റ്സിന് വരുന്നത്. 3, സ്വാഭാവികമായിട്ടും നല്ല ഒരു പാക്കേജിൽ ഒരു തവണ ഒരു കമ്പനി പ്ലേസ്മെൻറ്റ് വന്ന് അവർക്ക് നല്ല ആളുകളെ കിട്ടിയാലേ മാത്രമേ അവർ അടുത്ത പ്രാവശ്യം വരുള്ളൂ. അതിനർത്ഥം എന്താ? അവിടെ റിക്കറിംഗ് ആയിട്ട് ബെറ്റർ അക്കാഡമിക് പെർഫോമൻസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് നോക്കാം. ഒരു കോളേജിൽ
അതിൻ്റെ ആവറേജ് പാക്കേജ് കൂടി നോക്കുക, നമ്പർ ഓഫ് പീപ്പിൾ പ്ലേസ്ഡ് എന്നതിൻ്റെ കൂടെ തന്നെ ആവറേജ് പാക്കേജ് കൂടി നോക്കുന്നത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലതായിരിക്കും. അതോടൊപ്പം തന്നെ എവിടെയാണ് അവിടുത്തെ അലുമിനസ് പഠിക്കുന്നത് ഉള്ളത് എന്നുള്ളത് നാലാമതായി നിങ്ങൾക്ക് നോക്കാം. അവിടെ നിന്നുള്ള അലുമിനസിൽ നല്ല സ്റ്റാർട്ടപ്സ് തുടങ്ങിയ ആൾക്കാരുണ്ടോ, അല്ലെങ്കിൽ പുറത്ത് യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്ന ആളുകളുണ്ടോ, അതേപോലെ നല്ല കമ്പനീസിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ടോ. ഈ അലുമിനസ് എന്നുള്ളത് നല്ലൊരു ക്രൈറ്റീരിയ ആണ്. അല്ലെങ്കിൽ സിവിൽ സർവൻസ് ഉണ്ടോ. കാരണം തീർച്ചയായിട്ടും അങ്ങനെ ആളുകളുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കോളേജിൻ്റെ ഒരു എൻവയോൺമെൻറ്റ് അവരെ സ്വാധീനിച്ചിട്ടുണ്ട്, നല്ല രീതിയിൽ പോസിറ്റീവായി സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അർത്ഥം. തീർച്ചയായും അത് അവരുടെ മാത്രം അച്ചീവ്മെൻ്റ് അല്ല, കോളേജിൽ അതിന് കൺഡ്യൂസീവ് ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ് ഉണ്ടായതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ നല്ല രീതിയിലുള്ള അലുമിനസ് അവിടെ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് അഞ്ചാമതായി നോക്കാവുന്നത് അവിടുത്തെ പ്രൊഫസേഴ്സിൻ്റെ ക്വാളിഫിക്കേഷൻ. സ്വാഭാവികമായിട്ട് വെബ്സൈറ്റിൽ ഈ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആവണം. വെബ്സൈറ്റിൽ അവൈലബിൾ അല്ലെങ്കിൽ അതിനർത്ഥം അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് എന്നുള്ളതാണ്. കാരണം നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണെങ്കിൽ നല്ല രീതിയിൽ വെബ്സൈറ്റ്സ് ഒക്കെ വെക്കും. അപ്പോൾ അവിടുന്ന് മേ ബി IIT NIT അല്ലെങ്കിൽ ഈവൻ പുറത്തെ യൂണിവേഴ്സിറ്റികളിൽ നിന്നൊക്കെ പഠിച്ചിറങ്ങിയ അല്ലെങ്കിൽ അവിടെ റിസർച്ച് ചെയ്ത് പരിചയമുള്ള പ്രൊഫസേഴ്സ് ഉണ്ടോ. ഓഫ് കോഴ്സ് ഞാൻ പ്രൊഫസേഴ്സ് ഞാൻ ഒരിക്കലും പറയുന്നത് ഇപ്പോൾ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിപ്പിക്കുന്ന ആളുകൾ മോശമാണ് എന്നുള്ള നിലക്കല്ല. കാരണം ഇത് കേൾക്കുന്നതിൽ പല ആൾക്കാരുണ്ടാവും. ഞാൻ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ മേ ബി ചിലപ്പോൾ നല്ല PhD എടുത്ത ഒരാൾക്ക് നന്നായി പഠിപ്പിക്കാൻ അറിയില്ല എന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു കോളേജിൻ്റെ സ്റ്റാൻഡേർഡ് നമ്മൾ നോക്കുമ്പോൾ അവിടെ പഠിച്ച ആളുകൾക്ക് എത്രത്തോളം എക്സ്പോഷർ ഉണ്ട്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും IIT-യിൽ PhD ചെയ്ത ഒരാളുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പുറത്തെ യൂണിവേഴ്സിറ്റികൾ പോയി PhD ചെയ്ത ഒരാളുണ്ട് എന്നുണ്ടെങ്കിൽ, നല്ല പേപ്പേഴ്സ് പബ്ലിഷ് ചെയ്ത ഒരാളുണ്ട് എന്നുണ്ടെങ്കിൽ അയാൾക്ക് കിട്ടിയൊരു എക്സ്പോഷർ ആവില്ല ഒരിക്കലും മേ ബി ഒരു BTech അല്ലെങ്കിൽ ഒരു MTech ഉള്ളത് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ആ രീതിയിലാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. അല്ലാതെ ഇവർക്കാർക്കും ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് പഠിപ്പിക്കാൻ അറിയില്ല എന്നുള്ള ഒരു റീസൺ കൊണ്ടല്ല. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നല്ല ടീച്ചിങ് എക്സ്പീരിയൻസ് ഉള്ള, അതേപോലെ നല്ല സ്ഥലങ്ങളിൽ പോയി പഠിച്ചിട്ടുള്ള ആ ഒരു എക്സ്പോഷർ കിട്ടിയിട്ടുള്ള ആളുകളുണ്ടോ എന്ന് നോക്കുക. തീർച്ചയായും അത് നിങ്ങൾക്ക് നോക്കാവുന്ന നല്ലൊരു മെട്രിക്കാണ്. ഓക്കെ, അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് മറ്റ് സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാനുള്ള അവസരമാണ് 27th ജനുവരിയിൽ എൻ്റെ ഈ ഒരു പാരൻസിനുള്ള വെബിനാറിലൂടെ ഉണ്ടാവുക. നിങ്ങൾ താഴെ രജിസ്റ്റർ ചെയ്യുക. കൂടുതൽ ഡിസ്കഷൻസ് നമുക്ക് അവിടെ വെച്ച് ആവാം. നിങ്ങൾക്കൊരു ഓവറോൾ ഐഡിയ കിട്ടിയെന്ന് കരുതുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം. അതുവരേക്കും ബൈ.